നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, രക്ഷയാകുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ആ സന്തോഷ വചനത്തില് നമുക്കത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? നാൾ തോറും. വലിയ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ അത്യുന്നത ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് അഭയം തേടിയത്. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു, വലിയ ജയം തന്നു. ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് വരാൻ കാത്തിരിക്കരുത്. 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ദിവസവും അന്വേഷിക്കേണ്ട ഒരാളാണ് കർത്താവ്. നാൾത്തോറും ടെൻഷൻ വരാം, നാൾത്തോറും ശത്രുക്കൾ വരാം. അവിടെ നാൾത്തോറും ഒരു രക്ഷ അനുഭവിക്കണ്ടേ? നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമക്കണ്ടേ? കർത്താവിനെ നാൾത്തോറും വാഴ്ത്തുക, നാൾത്തോറും അന്വേഷിക്കുക. ദുഷ്ടന്മാരായ മനുഷ്യരുണ്ട്, ക്രൂരന്മാരായ മനുഷ്യരുണ്ട്, പിശാചിനാൽ പിടിക്കപ്പെട്ടവരുണ്ട്, മറ്റുള്ളവരുടെ സങ്കടത്തിലും വേദനയിലും സന്തോഷിക്കുന്നവരുണ്ട്. ഈ ദുഷ്ടലോകത്തിൽ ഭക്ഷണത്തെ പോലെ കർത്താവിനെ അന്വേഷിക്കുക, നാൾത്തോറും അന്വേഷിക്കുക. അവൻ നാൾത്തോറും അനുനിമിഷവും കൂടെ ഇരിക്കും.